ഈ വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നത് നല്ലതാണ്. ഈ വാങ്ങണ മുതൽ കയ്യിലെത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമാക്കണതിന് മുമ്പ് വെച്ചിട്ടുണ്ടാവും. അത് മറ്റൊരാളെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ പോലും കടം മറ്റൊരാളെ ഏൽപ്പിക്കണം. തിരിച്ചു വന്നിട്ട് നിങ്ങൾ അതെന്നെ ഏറ്റെടുത്തോളി. അത് മറ്റൊരാളെ ഏൽപ്പിച്ച് ബാധ്യതകളിൽ നിന്നെല്ലാം ഒഴിവായിട്ട് വേണം ഉംറക്കും ഹജ്ജിനും പോകാൻ എന്നാ പണ്ഡിതന്മാർ പറയുക. ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കേട്ടില്ലത് എന്തുകൊണ്ടാണെന്നറിയോ? അമല് സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അമല് സ്വീകരിക്കപ്പെടാതിരിക്കാനാണ് സാധ്യത. കടം വെച്ച് പോയാൽ അതുകൂടെ ഒന്ന് ആലോചിക്കണം.